അപ്പോൾ നമ്മൾ ഇന്ന് ഫീസിബിൾ സൊല്യൂഷനും പിന്നെ ബേസിക് ഫീസിബിൾ സൊല്യൂഷനും ആ രണ്ട് കാര്യമാണ് ഇന്ന് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ ഓഫ് 7 and 8 ഈസ് കോൾഡ് ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു 7ഉം 8ഉം ഒക്കെ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇപ്പോൾ നമ്മൾ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. ചിലപ്പോൾ എന്താ പറയുക, ഈ ടെക്സ്റ്റിൽ ചിലപ്പോൾ ഇങ്ങനെ ത്രൂ ഔട്ട് പറയണത് 6, 7, 8 എന്നൊക്കെ ആയിരിക്കും, ആ നമ്പറാണ് പറയുക. അപ്പോൾ നമ്മളെപ്പോഴും ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ നോട്ടൊക്കെ എഴുതുമ്പോൾ നമ്പർ കറക്റ്റ് ഇടുക. പിന്നെ 7 എന്ന് പറയണത് എന്താ വെച്ചാൽ കൺസ്ട്രെയിൻറ്റും 8 എന്ന് പറഞ്ഞാൽ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനുമാണ്. അപ്പോൾ നമ്മളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ രണ്ട് കൺസ്ട്രെയിൻസ്, അതായത് ഒന്ന് GI(x)കളും പിന്നെ ഒന്ന് എന്താണ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും. അപ്പോൾ ഈ GI(x)ഉം നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ സൊല്യൂഷൻസ് ഉണ്ടാവും. അതിൽ f(x)നെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന സൊല്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് കൺസ്ട്രെയിൻസും കൺസ്ട്രെയിൻസിനെ എന്ന് ഉദ്ദേശിച്ചാൽ നോൺ നെഗറ്റിവിറ്റിനെയാണ് പറയുന്നത്. ഈ രണ്ട് കൺസ്ട്രെയിൻസുമാണ് 7ഉം 8ഉം. അപ്പോൾ നമ്മൾ മുന്നത്തതിൽ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ പിന്നെ ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ അത് നോക്കുക, നമ്മളതിൽ നമ്പർ ഉണ്ട് പ്രത്യേകം. അപ്പോൾ ആ കൺസ്ട്രെയിൻ്റ് അപ്പോൾ f(x) പിന്നെ GI(x) പിന്നെ x>(x). അപ്പോൾ ആ GI(x)ഉം x ഉം അതാണ് 7ഉം 8ഉം. അപ്പോൾ 7, 8 എന്നുള്ള കൺസ്ട്രെയിൻസിൻ്റെ സൊല്യൂഷൻ അങ്ങനത്തെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ സൊല്യൂഷൻസ് ഉണ്ടാവാം. ചിലപ്പോൾ ഒന്നുണ്ടാവാം, ചിലപ്പോൾ കുറേ ഉണ്ടാവാം. അത്തരത്തിലുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫീസിബിൾ സൊല്യൂഷൻസ് എന്ന് പറയാം. ഫീസിബിൾ സൊല്യൂഷൻസ്. അപ്പോൾ ആ സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് SF എന്ന് വെച്ചിട്ടാണ്. ചിലപ്പോൾ ദർ മേ ബി നോ ഫീസിബിൾ സൊല്യൂഷൻ, അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസ് തന്നെ ഉണ്ടാവാതിരിക്കാം. അപ്പോൾ ആ കേസിൽ എന്താവും, SF ഈസ് empty ആവും. ഇനി നമുക്കൊരു തിയറം പറയാനുള്ളത്, the set SF of feasible solutions if not empty is a closed convex set. ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റിനെ നമ്മൾ പോളിടോപ്പ് എന്ന് പറയും. പക്ഷേ നിങ്ങൾ ആ ഡെഫിനേഷൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് മതി. ബൗണ്ടഡ് ഫ്രം ബിലോ ആൻഡ് സോ ഹാസ് അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ്. അപ്പോൾ ഇത് ശരിക്കും ഈ തിയറത്തിൻ്റെ പ്രൂഫ് കാര്യമായിട്ടൊന്നുമില്ല. കാരണം ഇതിന് മുന്നേ നിങ്ങൾ പഠിക്കാത്ത ഭാഗത്തുള്ള, നിങ്ങൾക്ക് സിലബസിൽ ഇല്ലാത്ത ഭാഗത്ത് തന്നെ ഇതിൻ്റെ ഒരു പ്രൂഫ്, അതായത് ഇതിൻ്റെ ഒരു തിയറം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിയറം ജസ്റ്റ് അപ്ലൈ ചെയ്യണേ ഉള്ളൂ ഇവിടെ. ആ ഒരു തിയറം ജസ്റ്റ് അപ്ലൈ ചെയ്യണുള്ളൂ. അപ്പോൾ ഇവിടെ ആ തിയറത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ബൗണ്ടഡ് ഫ്രം ബിലോ ആണെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ, SF എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റാണ്, ബൗണ്ടഡ് ഫ്രം ബിലോ ആണ് എന്ന് കാണിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ഒരു തിയറം പ്രകാരം അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് ഉണ്ട് എന്ന് ആ ഒരു പ്രീവിയസ് തിയറം പ്രകാരം ഉണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ നമ്മളിവിടെ കാണിക്കേണ്ട എന്ത് മാത്രമേ ഉള്ളൂ, SF എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ടഡ് ഫ്രം ബിലോ. അതാണ് നമുക്ക് കാണിക്കേണ്ടത്. കാരണം അത്രയും ഉണ്ടെങ്കിൽ, അതായത് ഒരു ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ബൗണ്ടഡ് ഫ്രം ബിലോ ആണെങ്കിൽ ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് എന്നത് പ്രീവിയസ് ഒരു തിയറം പ്രകാരം ഓൾറെഡി പറയുന്ന സാധനം. അപ്പോൾ അത് ഞങ്ങളൊരു ബ്രാക്കറ്റിലായിട്ട് ബൈ എ തിയറം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയ ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ബൗണ്ടഡ് ഫ്രം ബിലോ ഹാസ് അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ്. അതാണ് ആ തിയറം. അപ്പം ഓൾറെഡി അങ്ങനെ ഒരു തിയറം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. തിയറ പ്രകാരമാണ് നമുക്കിവിടെ ക്ലോസ്ഡ് ആണ്, കോൺവെക്സ് ആണ്, ബൗണ്ടഡ് ഫ്രം ബിലോ ആണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഈ SF എന്ന് പറയണത്, ഈ SF എന്ന് പറയുന്നത് എന്താണ്, GI(x) ഈക്വൽ ടു 0. അതായത് നമ്മുടെ കൺസ്ട്രെയിൻസ് ഈക്വൽ ടു 0യും ആൻഡ് x>(0) എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനാണ്. അതിനെ നമ്മൾ ആ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സുകൾക്കൊക്കെ H എന്നുള്ളൊരു ഇക്വേഷൻ, ഒരു എന്താ പറയുക നൊട്ടേഷൻ കൊടുത്തു. H ഈക്വൽ സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x>(0) അതും കൂടി സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അപ്പോൾ ഈ GI(x) ഈക്വൽ 0 ആൻഡ് H ദാറ്റ് ഈസ് x സച്ച് ദാറ്റ് x>(0) അതിൻ്റെ അതായത് അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് അതിൻ്റെയൊക്കെ കൂടി ഇൻ്റർസെക്ഷനാണ് നമ്മളെ SF എന്ന് പറയുന്നത്. അപ്പോൾ ഈ GI(x)ൻ്റെയൊക്കെ നമ്മൾ മുന്നേ ഒരു ഗ്രാഫിക്കൽ പ്രോബ്ലം വരച്ചില്ലേ. ഇപ്പോൾ GI(x) എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈൻസ് ആണ് കിട്ടുക. അപ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗമാക്കരം നമ്മളെ റീജിയൻ, അല്ലെങ്കിൽ അതിൻ്റെ താഴ്ഭാഗമാക്കരം. അപ്പോൾ ആ ഒരു റീജിയനെ, അങ്ങനത്തെ റീജിയനെ നമ്മൾ ഹൈപ്പർ പ്ലെയിൻസ് എന്നാണ് പറയുക. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഡെഫിനേഷൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾ ഹൈപ്പർ പ്ലെയിനിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഇങ്ങനെയാണ് പറയാം, സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാൻ CX ഈക്വൽ ടു ആൽഫ. അങ്ങനെ ആവുന്ന എക്സുകളെ ഹൈപ്പർ പ്ലെയിൻസ് എന്ന് പറയും. ഹൈപ്പർ പ്ലെയിൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെറ്റാണ് ശരിക്കും GI(x) ഈക്വൽ ടു 0 എന്ന് പറയുന്നത്.
പിന്നെ ഈ എച്ച് എന്ന് പറയുന്നതും എന്താണ്, എന്താ ഒരു എച്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എച്ച് ദർ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതും എന്താണ് ഒരു അതിലിപ്പോൾ അതിൽ കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ ഹൈപ്പർ പ്ലെയിൻസിൻ്റെയൊക്കെ ഈ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷനാണ് നമ്മൾ എസ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാതും അതായത് ജി ഐ ഓഫ് എക്സ് ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ ഹൈപ്പർ പ്ലെയിൻസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ കൺസെപ്റ്റുള്ള പോലെ ഒരു പെട്ടിൻ്റെ ഉള്ളിലാക്കാൻ പറ്റിയത് എന്നുള്ളതല്ല, അതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സൊക്കെ അതിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ പിന്നീട് പഠിക്കുമായിരിക്കും, കാരണം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് ഇപ്പോൾ അത്രയും മനസ്സിലാക്കുക, അത് ക്ലോസ്ഡ് ആണ്. ജെ എഫ് എക്സ് ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ ക്ലോസ്, കാരണം അതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് ഒക്കെ അതിൽ തന്നെ ഉണ്ട് എന്നാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റിയലിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റിയൽ 1-ൽ. അപ്പോൾ അതിനെല്ലാം ലിമിറ്റ് പോയിൻറ്റ്സ് അതിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജി ഐ എഫ് എക്സ് ഈക്വൽ 0 എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കൊരു ലൈന് കിട്ടുകയാണെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ കിട്ടി, അപ്പോൾ ഇതിൻ്റെ താഴത്തേക്കുള്ള എല്ലാ പോയിൻറ്റ്സുമാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്തായി, ക്ലോസ്ഡ് ആണ്. കാരണം ഇവിടെ ക്ലോസ്ഡ് ആണ്, പിന്നെ ഇവിടെ എല്ലാ ഇത് ഇവിടെ ഓപ്പൺ ആണെങ്കിൽ പോലും ഇതെന്താണ്, ഇതിനെല്ലാ ലിമിറ്റ് പോയിൻറ്റ്സ് ഇതിൽ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്കതെന്താണ് ക്ലോസ്ഡ് ആണ് വരിക. അപ്പോൾ അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 അത് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്, അതും എന്തുതന്നെയാണ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആൾ ദീസ് ആർ ക്ലോസ്ഡ്. പിന്നെ മോറോവർ അത് കോൺവെക്സ് സെറ്റ്സും കൂടിയാണ്. ജെ എഫ് എക്സ് ഈക്വൽ 0 എന്നുള്ളതൊക്കെ കോൺവെക്സ് സെറ്റാണ്, കാരണം അതൊക്കെ ഒരു പ്ലെയിനുകളുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അതിലൊക്കെ എന്തായാലും രണ്ടെണ്ണത്തിന് 2 പോയിൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തായി തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കോൺവെക്സ് സെറ്റിൻ്റെയും ക്ലോസ്ഡ് സെറ്റിൻ്റെയും ഒക്കെ ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ ക്ലോസ്ഡ് സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെറ്റായിരിക്കും, കോൺവെക്സ് സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷനും കോൺവെക്സ് സെറ്റാണ് വരിക. പിന്നെ ഇവിടെ എച്ച് ബൗണ്ടഡ് ഫ്രം ബിലോ, കാരണം എച്ചിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ ആണല്ലേ, എല്ലാ ജി ഐ എഫ് എക്സിൻ്റെയും എച്ചിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ, അതിൽ എച്ച് ബൗണ്ടഡ് ഫ്രം ബിലോ ആണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ, കാരണം എച്ചിൻ്റെ പിന്നെ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഫോമിലല്ലേ കിടക്കുക. അപ്പോൾ എച്ച് ഓൾറെഡി ബൗണ്ടഡ് ഫ്രം ബിലോ ആയതുകൊണ്ട് ഈ എസ് എഫ് എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ബൗണ്ടഡ് ഫ്രം ബിലോ ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഇതിപ്പോൾ എന്താണ്, ക്ലോസ്ഡ് ആണ്, കോൺവെക്സും ആണ്, ബൗണ്ടഡ് ഫ്രം ബിലോ ആണ്. അപ്പോൾ അതുകൊണ്ട് എസ് എഫ് എന്ന് പറയുന്നത് ഇസ് എ ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ബൗണ്ടഡ് ഫ്രം ബിലോ ആയി. അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് തിയറം പ്രകാരം ഇറ്റ് ഹാസ് അറ്റ് ലീസ്റ്റ് 1 വെർട്ടെക്സ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രൂഫ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇത് നമുക്ക് ഇതാണെന്ന് കാണിക്കാം, അതായത് കോൺവെക്സ് ആണെന്ന് കാണിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അത് നമ്മൾ 2 പോയിൻ്റ് എടുത്തു, 2 ഫ്യൂസിബിൾ സൊല്യൂഷൻ എടുത്തു. അപ്പോൾ ഫ്യൂസിബിൾ സൊല്യൂഷൻ ആയതുകൊണ്ട് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കും, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കും. കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതായത് ax1 ഈക്വൽ ടു ബി ആയിരിക്കും, ax2 ഈക്വൽ ടു ബി ആയിരിക്കും. ഇനി അതിൻ്റെ രണ്ടിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു, x ഈക്വൽ 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2. x1ഉം x2ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണ്, 1 മൈനസ് ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയതുകൊണ്ട് എക്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കും. അതുകൊണ്ട് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ax കണ്ടു. ax എന്ന് പറഞ്ഞാൽ a ഇൻറ്റു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2. അതിന് നമുക്ക് 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 എന്ന് കൊടുക്കാം. ax1 എന്ന് പറഞ്ഞാൽ ബി അല്ലേ, ax2 എന്ന് പറഞ്ഞാൽ ബി. അപ്പോൾ ഇവിടെ ഒരു ലാംഡ ബി വരും, ഇവിടെ ഒരു ലാംഡ ബി, ആ ലാംഡ ബി കാരണം ഇവിടെ മൈനസ് ആണ്, ക്യാൻസൽ ചെയ്യും. പിന്നെ ഇവിടെ ഒരു 1 ഇൻറ്റു ബി എന്ന് വരും, അപ്പോൾ നമുക്ക് ബി തന്നെ കിട്ടും. അപ്പോൾ എക്സ് പറയുന്നത് ഒരു ഫ്യൂസിബിൾ സൊല്യൂഷൻ ആണെന്ന് കിട്ടും, കാരണം എക്സ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സ് ഒരു ഫ്യൂസിബിൾ സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആ സെറ്റിലുണ്ട്, അതുകൊണ്ട് അതൊരു കോൺവെക്സ് സെറ്റാണ്. അപ്പോൾ കോൺവെക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ മതി. മറ്റേതൊക്കെ നമുക്ക് എന്ത് പറയാം, ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, അത് ക്ലോസ്ഡ് സെറ്റുകളുടെ ഇത് എല്ലാ സെറ്റുകളും ക്ലോസ്ഡ് ആണ്, അതിൻ്റെ ഇൻ്റർസെക്ഷൻ ആണ്. ക്ലോസ്ഡ് സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എച്ച് ബൗണ്ടഡ് ആയതുകൊണ്ട്, കാരണം ഇതിൻ്റെയൊക്കെ കൂടി ഇൻ്റർസെക്ഷൻ എടുക്കുന്നത്, അപ്പോൾ എച്ചിനേക്കാൾ ചെറുതാവുക ചെയ്യുക. അപ്പോൾ എച്ച് ബൗണ്ടഡ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ളൊരു സാധനവും ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊരു ബൗണ്ടഡ് ബിലോങ് കൂടി ആയിട്ടുള്ള സെറ്റായിരിക്കും. പിന്നെ പ്രീവിയസ് തിയറം പ്രകാരം അതിനൊരു അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു തിയറം. ഇനി നമുക്ക് എന്താണ് ബേസിക് സൊല്യൂഷൻസ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ 7 എന്ന് പറഞ്ഞത് നമ്മളെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ്, അതിൻ്റെ ജി ഐ ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കൺസ്ട്രെയിൻസ്. അതിന് നമുക്ക് മെട്രിക്സ് ഫോമിൽ ax ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ് ആണ്, കാരണം എക്സിൽ x1 x2 എക്സെട്ര xn വരെ ഉണ്ട്. പിന്നെ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട്, m കൺസ്ട്രെയിൻസും ഉണ്ട്. അപ്പോൾ നമുക്കത് m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് m ലെസ് ദാൻ n ആയിട്ട് അസ്യൂം ചെയ്യാം. അത് അസംഷൻ എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ചാൽ അതിൻ്റെ മൊറോവർ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇക്വേഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത്ര മാത്രം, അതായത് നമുക്കൊരു മെട്രിക്സ് നമ്മൾ ലീനിയർ ആൾജിബ്രയിൽ പഠിച്ചിട്ടില്ലേ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് എന്നൊക്കെ പറയില്ല. അതിൽ മെട്രിക്സിലെ റോസ് ഒക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, കോളംസ് ഒക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്.
അതായത് ആ റാങ്ക് ഫുൾ റാങ്ക് ആവും എന്നുള്ളത്. അപ്പം ആ മെട്രിക്സ് ഏത് റോസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, എം ലെസ് ദാൻ എൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത്. അതായത് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് അൺനോൺസ്. ഇത് നമ്മൾ എം ലെസ് ദാൻ എൻ നമ്മൾ അസ്യൂം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ തരിക എന്താണ്, ഇന്നിക്വാളിറ്റീസ് ആണ് നമുക്ക് കൺസ്ട്രെയിൻസ് തരിക. അപ്പോൾ ഈ ഇന്നിക്വാളിറ്റീസിനെ നമ്മൾ ഇക്വാളിറ്റീസ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ, കാരണം എം ഇന്നിക്വാളിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്, അപ്പോൾ അത്രയും ഇന്നിക്വാളിറ്റീസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒക്കെ നമ്മൾ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യൂലേ, കാരണം നമ്മളത് ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എം വേരിയബിൾസ് അപ്പോൾ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാത്ത വേരിയബിൾസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ എന്തായാലും എം എന്തായാലും എന്താക്കണം എന്നിന്, കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വേരിയബിൾസും കൂട്ടിയതാണ്, സ്ലാക്കും മറ്റുള്ള എല്ലാ വേരിയബിളും കൂടി കൂട്ടിയ എന്നാണ് എൻ. അപ്പോൾ എന്തായാലും എം എന്തായിരിക്കും ലെസ് ദാൻ എൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ നമ്മുടെ അസംഷൻ എന്താണ്, ജസ്റ്റിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മളെന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് കൂടുതലും ഇക്വേഷൻസ് കുറവുമാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് കൊടുക്കണം, n-m വേരിയബിൾസിന് വേരിയബിൾസ് എക്സ് ആർ ഗിവൺ ദ വാല്യൂ 0. n-m വേരിയബിൾസ്, അതായത് നമുക്ക് യുണീക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റും കൂടി ആയതുകൊണ്ട് യുണീക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ അവിടെ m ഇക്വേഷൻസും m അൺനോൺസും വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളതിന് അതായത് n-m വേരിയബിൾസിന് 0 വാല്യൂ അസ്യൂം ചെയ്യുക. The remaining system of m equations in m unknowns may have unique solution. അപ്പോൾ ഇതിന് യൂണിക് സൊല്യൂഷൻ, അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ യൂണിക് സൊല്യൂഷൻ ഉണ്ടാവും. ദിസ് സൊല്യൂഷൻ അലോങ് വിത്ത് ദ അസ്യൂംഡ് സീറോസ്. അപ്പോൾ നമുക്ക് ആ എം ഇക്വേഷൻ എം അൺനോൺസ് ആകുമ്പോൾ എം അൺനോൺസിന് ഒരു സൊല്യൂഷൻ കിട്ടും. പിന്നെ n-m വേരിയബിൾസ് നമ്മൾ 0 കൊടുത്തില്ലേ, അപ്പോൾ ആ സീറോസും കൂടി കൂട്ടിയിട്ട് നമുക്കപ്പം എന്ത് കിട്ടും, നമ്മളെ 7, അതായത് ഈ ഒരു കൺസ്ട്രെയിൻസിന് ഒരു സൊല്യൂഷൻ കിട്ടും. അതായത് നമുക്ക് എം അൺനോൺസിൻ്റെ സൊല്യൂഷൻ കിട്ടും, പിന്നെ ബാക്കിയുള്ള വേരിയബിൾസിന് നമ്മൾ 0 കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ 7ൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇറ്റ് ഈസ് കോൾഡ് എ ബേസിക് സൊല്യൂഷൻ. അതായത് കുറച്ച് സീറോസും കുറച്ച് വേരിയബിൾസ് കുറച്ച് വാല്യൂസും ഉണ്ടാവും. അങ്ങനെ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുക, ബേസിക് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുത്തതിന് ശേഷം കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുക, ബേസിക് സൊല്യൂഷൻ. The m variables remaining in the system after n-m variables have been put equal to 0 are called basic variables. അതായത് നമ്മൾ n-m വേരിയബിൾസിന് 0 കൊടുത്തു, പിന്നെ ബാക്കി നമ്മളവിടുത്തെ m വേരിയബിൾസ് ഉണ്ടാവും. ആ m വേരിയബിൾസിനെ നമ്മൾ ബേസിക് വേരിയബിൾസ് അല്ലെങ്കിൽ ബേസിസ് എന്ന് വിളിക്കും. അതായത് 0 വാല്യൂ അല്ലാത്ത വേരിയബിൾസിനെ നമ്മൾ ബേസിക് വേരിയബിൾസോ ബേസിസ് എന്ന് പറയും. അല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും, നോൺ ബേസിക് വേരിയബിൾസ് എന്ന് പറയും. അപ്പോൾ 0 വാല്യൂ കൊടുക്കുന്നതിനെയാണ് നമ്മൾ നോൺ ബേസിക് വേരിയബിൾസ് എന്ന് പറയുക. 0 വാല്യൂ കൊടുക്കാത്തതിനെ ബാക്കിയുള്ള വേരിയബിൾസിനെ നമ്മൾ ബേസിക് വേരിയബിൾസ്. അപ്പോൾ ഈ ടേംസ് ഒക്കെ നമ്മൾ മനസ്സിൽ എപ്പോഴും വേണം, കാരണം ഇതൊക്കെ നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. Since the unique solution of m equations in m variables may also contain zeros. ചിലപ്പോൾ നമുക്ക് m ഇക്വേഷൻസ് m അൺനോൺസ് കിട്ടി, അപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ 0 സൊല്യൂഷൻസ് വന്നൂടെ. നമ്മൾ m ഇക്വേഷൻസ് m അൺനോൺസ് ഉണ്ട്, അപ്പോൾ ഈ m അൺനോൺസിൽ ഇപ്പോൾ ചിലതിൽ 0 വാല്യൂ വരികയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്ക് ബേസിക് സൊല്യൂഷനിൽ എന്തുണ്ടാവും, n-mനേക്കാൾ കൂടുതൽ സീറോസ് വരും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമുക്ക് പറയാം, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്ത് മാത്രമേ ഉള്ളൂ, ഈ ബേസിക് സൊല്യൂഷൻ വസ്തുക്കാണ് അറ്റ്ലീസ്റ്റ് n-m സീറോസ്, ഏറ്റവും കുറഞ്ഞത് n-m സീറോസ് എങ്കിലും വരും. n-mന് നമ്മൾ ഓൾറെഡി 0 കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ മറ്റേതിനൊക്കെ സൊല്യൂഷൻ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് 0 വാല്യൂ വരാം. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് n-m സീറോസ് വരും. ഇനി മറ്റേ നമ്പറിന്, അതായത് ബേസിക് വേരിയബിൾസിന് 0 വരുന്ന കേസിനെയാണ് നമ്മൾ എന്ത് പറയാം, ഡീജനറേറ്റ് കേസ് എന്ന് പറയും. ഡീജനറസി അത് നമ്മൾ പിന്നീട് പഠിക്കുക. അതായത് അവിടെ എന്താ ഉണ്ടാവുക, നോൺ ബേസിക്കിന് ഓൾറെഡി 0 ആയിരിക്കും വാല്യൂ, ബേസിക്കിന് 0 വാല്യൂ വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അവിടെ ഡീജനറേറ്റ് എന്ന് പറയും. ചില ബേസിക് വേരിയബിൾസിനും 0 വാല്യൂസ് വരികയാണെങ്കിൽ ഡീജനറേറ്റ് കേസ് വരെ അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇനി നമ്മൾ ഈ AX = B അത് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കതിനെ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഇതിപ്പോൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് എന്താ വരിക, A11 x1 + A12 x2. അതായത് നമ്മൾ ഇതിന് നമ്മളിപ്പോൾ ഓരോ എന്താ പറയുക, ഇതിന് നമുക്ക് ഇതിപ്പോൾ ഫസ്റ്റ് കോളം P1 കൊടുത്തു, P2 സെക്കൻഡ് കോളം, P3 P4 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഈ ഒരു ഫോമുല, അതായത് x1 P1 + x2 P2 + x3 = B എന്ന ഫോമിൽ എഴുതാൻ പറ്റും.
കാരണം ഓരോ കോളത്തിനാണ് നമ്മൾ P1 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതായത് നമുക്കിപ്പോൾ ഫസ്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക A11 x1 A12 x2 A13 അങ്ങനെ വരും. പിന്നെ അടുത്ത ടേം എന്താ വരിക A21 x1. അപ്പോൾ നമ്മൾ പിന്നെ അപ്പോൾ അതിൽ നമ്മൾ ഈ A11ലും A21ലും x1 വരും. അതുപോലെ ഓരോ ടേമിലും x1 വരും. അതിന് കോമൺ ആക്കി എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ P1 ഒരു കോളം കിട്ടും. അങ്ങനെ ഇതിൽ ഓരോ കോളത്തിനെയാണ് നമ്മൾ P1 P2 P3 അങ്ങനെ n കോളംസ് ഉണ്ട്. അപ്പോൾ Pn വരെ കൊടുക്കും. പിന്നെ ബീനെ ബി എന്ന് തന്നെ എഴുതി പിന്നെ x1. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു ഫോമിലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ വേർ പി ജെ എന്ന് പറയുന്നത് ജെ varies from 1 to n is the m vector in the jth column of A. സിൻസ് പി ജെ ഈസ് എ വെക്റ്റർ ഇൻ ഇ എം. അപ്പോൾ അത് ഇ എമ്മിലൊരു വെക്റ്ററാണ്. അതായത് പി ജെയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും A11 A12 അങ്ങനെ A1m അങ്ങനെ m നമ്പേഴ്സാണ് ഉണ്ടാവുക. അതപ്പോൾ ഇ എമ്മിലൊരു എന്താ പറയുക വെക്റ്ററാണ്, എം വെക്റ്ററാണത്. എം വെക്റ്റർ എന്ന് പറഞ്ഞാൽ എം പോയിൻറ്റ്സ് ആണ് അതിലുണ്ടാവുക. നോട്ട് മോർ ദാൻ എം ഓഫ് ദ വെക്റ്റേഴ്സ്. അപ്പോൾ ഇ എം എന്ന് പറഞ്ഞ ഒരു സ്പേസ് എന്ന് പറയുന്നത് എന്താ പറയുക ഇ എം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിങ്ങൾ ലീനിയർ ആൾജിബ്രയിലൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ആർ എന്നിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് ആർ എന്നിൻ്റെ ഡയമെൻഷൻ എന്താ വരിക എന്നാ വരിക അല്ലേ. അതിനൊരു n നമ്പറുള്ള ബേസിസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഇ എം എന്ന് പറയുന്നതൊക്കെ ആർ എമ്മിനും തുല്യമാണ്. ആർ എമ്മോ ആവാം ഇ എം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇ എമ്മിൻ്റെ ഡയമെൻഷൻ എം ആണ് വരിക. അപ്പോൾ അതിനുകൊണ്ട് ഈ എമ്മിൽ കൂടുതൽ വരുന്ന എം എന്ന് പറയുന്നത് ഡയമെൻഷൻ എം എന്ന് പറഞ്ഞാൽ അതിനൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സ്പാൻ ചെയ്തിട്ടുള്ള ഒരു എം നമ്പേഴ്സുള്ള എന്താ പറയുക എം എലമെൻറ്റ്സ് ഉള്ള ഒരു ബേസിസ് അതിനുണ്ടാവും. അപ്പോൾ ഈ ഇ എമ്മിൻ്റെ ഡയമെൻഷൻ എം ആയതുകൊണ്ട് എമ്മിൽ കൂടുതൽ അതായത് എമ്മിനേക്കാൾ കൂടുതലുള്ള എലമെൻ്റ് ഉള്ള ഏതൊരു സെറ്റും അവിടെ എന്തായിരിക്കും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം എം ആണല്ലോ ഡയമെൻഷന്. അപ്പോൾ എമ്മിൽ കൂടുതൽ വരുന്നത് എന്തായിരിക്കും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നോട്ട് മോർ ദാൻ എം ഓഫ് ദ വെക്റ്റേഴ്സ്.